ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് കോയമ്പത്തൂർ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഒരു ട്രാവൽ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നമ്മുടെ വീട് അവിടെ ഉണ്ട്. അവിടെ ആന്റി ഉണ്ട്, ഞങ്ങളുടെ കസിൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ 2 മാസത്തിന് മേലെ അവിടെ പോയിട്ട് യൂഷ്വലി കാറിനാ പോവാറ്. പിന്നെ കാറിനല്ല, ഞാനും ഇവിടെ മാത്രം ബൈക്കിനാ പോകണം. അതുകൊണ്ട് തന്നെ കുഞ്ഞൂസിനെ ഞങ്ങൾ സ്കൂട്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പോണ വഴിയുള്ള കാഴ്ചകൾ കാണാം. പിന്നെ കോയമ്പത്തൂരിൽ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണാം. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ട്വിൻസ് വ്ളോഗ് ബൈ അബി ഗ്രീഷ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആണ് ഈ സമയത്ത് ട്രെയിൻ ഇല്ല, KSRTC നോക്കും ഞങ്ങൾ. കിട്ടിയില്ലെങ്കിൽ മാത്രമേ അവിടെ എവിടെയെങ്കിലും വെക്കാൻ തോന്നി പോയിട്ട്. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ രാവിലെ. ടൂ വീലർ തന്നെയാണ് അവിടെ പറഞ്ഞിട്ട് കേൾക്കാൻ. അപ്പൊ നമ്മൾ പോവാൻ പ്ലാൻ ചെയ്തത് നമ്മുടെ ഓലയിൽ തന്നെയാണ്. പക്ഷെ ഓല അവിടം വരെ എത്തില്ലല്ലോ, 100 കിലോമീറ്റർ റേഞ്ച് ഉള്ളൂ. അപ്പൊ നമുക്ക് ഇൻ ബിറ്റ്വീൻ ചാർജിങ് സ്റ്റേഷൻസ് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നോക്കിയപ്പോ തൃശ്ശൂര് മാത്രം കണ്ടത്. അത് റിട്ടേൺ വരുമ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഒല മാറ്റിയിട്ട് നമ്മ കൂട്ടുകാരൻ്റെ ഒരു സ്കൂട്ടർ തന്നെ എടുത്തത്. ബൈക്കിൽ പോവാന്ന് ചോദിച്ചു, പക്ഷെ ബൈക്ക് നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ സ്കൂട്ടറിൽ പോണത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാന്ന് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. വൈകിട്ട് 7:00. അപ്പൊ 7:00ക്കാണ് നമ്മ കൊച്ചിന്ന് ഇറങ്ങിയത്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഫുഡ് കഴിക്കാൻ നിർത്തണം. എവിടെയെങ്കിലൊക്കെ നോക്കിയിട്ട് നിർത്താം. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയത് ശരവണ ഭവനിലാണ് കേട്ടോ. 24 hours റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ എപ്പോൾ കോയമ്പത്തൂർ പോയാലും അത് എത്ര വെളുപ്പിനാണെങ്കിലും ലേറ്റ് നൈറ്റ് ആണെങ്കിലും നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ എപ്പോഴും നമ്മൾ മസാല ദോശ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു ടൈമിങ് ആയതുകൊണ്ട് ബട്ടൂര കിട്ടി. അപ്പോൾ നമ്മൾ ബട്ടൂരയാണ് കഴിച്ചത് കേട്ടോ. കുതിരാൻ്റെ ടോൾ കഴിഞ്ഞപ്പോൾ അബി പിന്നെയും കോഫി കുടിക്കാൻ നിർത്തി കേട്ടോ. അപ്പോൾ അബി പറയണത് ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഫുള്ളി എൻഗേജഡ് ആയിരിക്കും. ഇത് കൈ മാത്രം വർക്ക് ചെയ്യണമുണ്ട്, എനിക്ക് ഉറക്കം വന്നെന്നും പറഞ്ഞ് പിന്നെയും കോഫി കുടിക്കാൻ നിർത്തി. ഇറങ്ങിയിട്ടൊരു 5 മണിക്കൂർ എടുക്കാനായി. പയ്യണം സ്കൂട്ടർ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഉറക്കം വന്നോണ്ടിരിക്കണ. അപ്പൊ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. അതിപ്പോ ലാസ്റ്റ് ടോൾ എത്തി നമ്മ. ഇനി ഒരു 20 കിലോമീറ്ററിനുള്ളിൽ വീടെത്തും. ആ കാണാൻ 2 സ്പോട്ടഡ് ലൈറ്റ് കണ്ടാ, അതൊരു മലയാണ് കേട്ടോ. മലയുടെ താഴെയായിട്ടാണ് നമ്മുടെ വീട് വന്നത്. അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിന്റെ ലൈറ്റ് ആണ്. ഒരു മലയുടെ ശിവന്റെ ശരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഇത് മരപ്പാലം എന്ന് പറയും. മധുക്കരയിന്നാണ്, കോയമ്പത്തൂരിൽ മധുക്കരൈ. വാളയാറിന്നൊക്കെ ഏകദേശം ഒരു 20-22 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. വീട്ടിൽ ലൈറ്റ് ഒന്നും കാണാനല്ല, എല്ലാരും ഉറക്കണമെന്ന് തോന്നി. വീട് അങ്ങ് രാവിലെ കാണിച്ചേട്ടാ. ഹോം ടൂർ രാവിലെ ഉണ്ട്. ഉറങ്ങിയിട്ടില്ലടാ. അതിലൊക്കെ തുറന്നെടുക്കാണ് ഗൈസ്. രാത്രി ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കില്ല എന്ന് തോന്നുന്നു. നിക്കാൻ പറ്റല്ലേ, ബെല്ലല്ല ലൈറ്റ് ഇട്ടത്. താഴത്തെ ലൈറ്റ് കാണണ്ടല്ലോ. വിളിച്ചോക്കി, ഫോണിൽ വിളിച്ചോക്കി. ஹலோ அபி சொல்லுங்க, கிளம்பிட்டீங்களா? எங்க? கோயம்புத்தூருக்கு. இல்ல, நாங்க வரல. நாங்க நெக்ஸ்ட் வீக் வரலாம் தான் மூசி பிளான் பண்ணிருக்கோம். இப்படி எங்க வர? நாளைக்கு வரலையாதுன்னா? இல்ல மூசி, நாளைக்கு வரல. ஏன் தக்கம்? நாளைக்கு வரல, ஆனா இப்போ வரோம். நாங்க கேட்டு கிட்ட இருக்கோம், கேட்டு திறங்க. അവിടെ ഇരുന്നിട്ട് ഞാനിവിടെ ഗേറ്റ് തുറക്കാൻ ഒച്ച കേൾക്കാത്ത. കേട്ടാ അവന്മാരെ ഗൈസ്, മണവാട്ടി ഇതാണ് ഞങ്ങളുടെ മണവാട്ടി. ഗുലാബ് ജാമൊക്കെ ഉണ്ടാക്കി തന്നെ. രാത്രി എത്ര മണി വാച്ചില്? 12:30. 12 മണിക്ക്. ഇതാണ് മണവാളൻ, എന്റെ അനിയൻ. മീശ പോയി. ഞാൻ മാത്രമേ ഉള്ളൂ ഇറങ്ങിട്ട്.
വീഡിയോയിൽ ഇല്ല ഞാനുണ്ട് ഇടക്കൊക്കെ. നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാണ്ട് ഇതേ നമ്മുടെ മണവാട്ടി മധുരൈ സ്പെഷ്യൽ ചമ്മന്തിയും ദോശയൊക്കെ തന്നോണ്ടിരിക്കണേ കേട്ടോ. ഇപ്പൊ ഗൈസ് ടയർഡാണ്. അതെ, ഒരു കോഫിയൊക്കെ കുടിച്ച് രാത്രി ഇനി കുറെ നേരം കഥയും പറഞ്ഞ് മണിക്കൂറോടെ കഥയും പറഞ്ഞിരിക്കണായിരുന്നു. അപ്പൊ എനിക്ക് കിടക്കണം. അപ്പൊ എനിക്ക് കിടന്നിട്ട് നാളെ വെളുപ്പിന് ചെറിയൊരു പരിപാടി ഉണ്ട്. ആ പരിപാടി അറ്റൻഡ് ചെയ്യാൻ കൂടിയാണ് വന്നത്. അപ്പൊ നാളെ രാവിലെ ഹോം ടൂറും ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. അപ്പൊ ഗുഡ് നൈറ്റ്, ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ റെഡിയായി ലേറ്റായി. ഇന്നലെ ലേറ്റ് നൈറ്റ് കിടന്നത്. കുറേ നേരം മിണ്ടിക്കൊണ്ടിരിക്കണായിരുന്നു. 2-2:30 കിടന്നപ്പോൾ ഇപ്പോൾ 7 7:00 ഫംഗ്ഷൻ. അപ്പോൾ ഓൾറെഡി ലേറ്റാണ്. നമ്മളിപ്പോൾ ഫംഗ്ഷന് പോയി വന്നിട്ട് ഹോം ടൂറാണ് കേട്ടോ. പോയിട്ടും വരാം. ഇന്നലെ രാത്രി എല്ലാവരും അല്ല എൻ്റെ ഒരു അനിയനെ കാണിച്ച് ഇന്നോറത്തിന് കാണിച്ചില്ല. ഇവിടെ ഇതാണ് നമ്മൾ ബോളിൽ നിന്ന് വിളിക്കുക. തമിഴ് പൊണ്ണ്. രാവിലത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞട്ടോ. അപ്പം എല്ലാവരും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കോയമ്പത്തൂരിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലാണ് വന്നേക്കുന്നത്, ഗീത ക്യാൻറ്റീൻ. നിങ്ങൾ ഈ വിഷ്വൽസ് ഒന്ന് ജസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു റെസ്റ്റോറൻറ്റ് എത്ര ഫേമസ് ആണെന്നുള്ളത്. ഈ പുറത്തിരിക്കണ ഇതെല്ലാം രാവിലെ പോകാനുള്ള പാഴ്സലാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഇരിക്കാനുള്ള ഒരു സീറ്റ് നമ്മൾ റെഡിയാക്കിയത്. കാര്യം നമ്മളൊരു 10-15 പേരുണ്ടായിരുന്നു. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും തിരക്ക് കാരണം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു സീറ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഗാന്ധിപുരം രാംനഗറിലുള്ള ഗീത ക്യാൻറ്റീനിലാണ്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പനിങ് ഒരു വെജ് ഹോട്ടൽ സ്പോട്ടാണ്. ഇവിടെ ആൾക്കാർ എപ്പോഴും വന്നുകൊണ്ടിരിക്കുമായിരിക്കും. ഇപ്പം ഈ ഹോട്ടലിലെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഗീതായുടെ സ്പെഷ്യലി ഈ മിനി ടിഫിൻ കോമ്പോ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതാണ് നമ്മളിപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്തേക്കണം. എല്ലാവരും ഓരോരോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഇതാണ് നമ്മുടെ മിനി ടിഫിൻ. ഒരു പൊടിദോശയുണ്ട്, ഒരു ഇഡ്ഡലി, അതേപോലെ പൊങ്കൽ, ഒരു കേസരി സ്വീറ്റ്, അതുപോലെ തന്നെ ഉപ്പുമ, റവ ഉപ്പുമ ഉണ്ട് കേട്ടോ. ഇത്രയും സാധനം. ഇത് കൂടാതെ നമുക്ക് ഭൂരിയും കൂടെ ഈ സെറ്റിൽ ഈ കോമ്പോയിൽ വരും. അത് കുറച്ച് നേരം കഴിയുമ്പോഴേ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു മിനി ടിഫിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒപ്പം വന്നാൽ മിക്ക ഒരു മിനി ടിഫിനാണ് കഴിച്ചെങ്കിലും ഞാനും അഞ്ചും മാത്രം നെയ് റോസ്റ്റും പൊങ്കലും ആണ് കേട്ടോ മേടിച്ചത്. ഈ പൂരിയും ആ മിനി ടിഫിനിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തതാണ്. പൂരിയും മസാലയും. ഇത് തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരു മെയിൻ സാധനമാണ് ചുക്കുപാൽ അല്ലേ? ചുക്കുപാൽ. ചുക്കുപാൽ കുടിച്ച് നോക്കട്ടെ. പാലില് എരിവ്, ഇഞ്ചിയും വേറെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ஆக்சுவலி கோயம்புத்தூரில் ரொம்ப எஃபிஷியண்ட்டான ஃபுட்டு இங்கே காஸ்ட் கம்மியாக கிடைக்கும். ஸோ நாங்கள் பார்த்திங்கன்னா ஒரு 16 பேர் பக்கம் சாப்பிட்ருப்போம். ஸோ எங்களோட பில்லோட ப்ரைஸ் பார்த்திங்கன்னா 1235 தான் வந்துச்சு. ஸோ இங்கே டேஸ்ட்டும் ரொம்ப சூப்பராக இருக்கும். ஸோ கண்டிப்பாக கோயம்புத்தூர் வந்தால் இந்த பிளேஸை விசிட் பண்ணுங்கள். கேட்குறீங்களா லொக்கேஷன்? ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ ഗാന്ധിപുരം മെയിൻ ബസ് സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 100-150 മീറ്റർ നേരെ ഇങ്ങോട്ട് ടുവേർഡ്സ് പാർഗേറ്റ് വരുമ്പോൾ റൈറ്റ് സൈഡിൽ അവിടെ നോക്കുമ്പോൾ ഒരു ഹോട്ടൽ ആപ്പിൾ കാണും. ആ ഹോട്ടലിൻ്റെ ആപ്പിൾ കഴിഞ്ഞിട്ട് നേരെ വരുന്നതാണ് ഗീത ക്യാൻറ്റീൻ. അപ്പോൾ ഇവിടെ എന്തായാലും വന്ന് മസ്റ്റായിട്ട് ടിഫിൻ ട്രൈ ചെയ്യാനായിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 10-15 പേര് കഴിച്ചിട്ട് ആകെ 1200 രൂപയാണ് ബില്ല് വന്നത്. അപ്പം നമ്മുടെ വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് ബാക്കി നമ്മുടെ പാർട്ട് 2 കാണിക്കാം.